ഹായ്. ഹലോ. അമലിപ്പോൾ 5th ഇയർ അല്ലേ പറഞ്ഞത്? MBBS. അതെ 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 5th ഇയർ മെഡിക്കൽ സ്റ്റുഡന്റ്. ഓക്കെ. സോ ഈ ഒരു 5 വർഷം ഇവിടെ ജോർജിയയിൽ ഉണ്ടായിട്ടും എസ്പെഷ്യലി ബീങ് എ ഗേൾ ഇവിടെയുള്ള ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഇപ്പോൾ വരാനിരിക്കുന്ന ഗേൾസിനാണെങ്കിലും പാരൻസിനാണെങ്കിലും ഭയങ്കര കൺസേൺ ആണ്. ഒരു ഗേൾ എന്ന രീതിയിൽ ജോർജിയ സേഫ് ആണോ? എന്താണ് ഇയാളുടെ ഒരു ത്രൂ ഔട്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഇവിടെ വന്നിട്ട് 5 years ആയി. എനിക്ക് 5 years ത്രൂ ഔട്ട് ഇതുവരെ ഒരു നെഗറ്റീവായിട്ട് ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കമ്പയറിങ് ഇന്ത്യ, നാട്ടിൽ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ വളരെ വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോർജിയ. നമുക്ക് രാത്രി ഇപ്പോൾ എത്ര ലേറ്റ് ആയാലും നമുക്ക് 12 മണി വരെ മെട്രോ അവൈലബിൾ ആണ്, ബസ് സർവീസും അവൈലബിൾ ആണ്. ഈവൻ ഒറ്റക്കാണെങ്കിൽ പോലും ആരും വേണ്ടാണ്ട് ശല്യം ചെയ്യാനോ അല്ലാതെ സംസാരിക്കാൻ വരാനോ ഒന്നും ഇല്ല, ചെയ്യാറില്ല. അത്രയും സേഫാണ്. പിന്നെ നമ്മൾ ഒരാളോട് ചോദിച്ചാൽ മോസ്റ്റ്ലി ഇവിടെ ലോക്കൽസിന് ഇംഗ്ലീഷ് അറിയാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് വേണ്ടാതെ വന്ന് വർത്താനം പറയാ, അങ്ങനത്തെ ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വളരെ വിമൻ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം ഉണ്ട്. ലൈക്ക് പുറത്തിറങ്ങാനും ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പോയി സാധനം എടുക്കാൻ അല്ലെങ്കിൽ പൈസ വിഡ്രോ ചെയ്യാനെല്ലാം ഒരു 8 മണി 9 മണി 10 മണി ആയാലും ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് ജോർജിയ. കൺസേൺസ് ഒന്നും ഇല്ല. നല്ല വളരെ സേഫ് ആണ്. ആസ് ഫാർ ആസ് ഗേൾ ഇസ് കൺസേൺഡ്, ഇറ്റ്സ് വെരി സേഫ് ഫോർ ഗേൾ. ഓക്കെ. സോ അക്കോമഡേഷൻ എങ്ങനെയാണ്? ഹോസ്റ്റൽ ആണോ അതോ അപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണോ? അത് യൂണിവേഴ്സിറ്റീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില യൂണിവേഴ്സിറ്റീസ് 3rd ഇയർ വരെ അല്ലെങ്കിൽ 4th ഇയർ വരെ ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. ചില യൂണിവേഴ്സിറ്റിയിൽ അത് കൊടുക്കാറില്ല. അപ്പോൾ 1st ഇയർ വരുമ്പോഴേ നമ്മൾ അപ്പാർട്ട്മെന്റ് എടുക്കണം. അല്ലെങ്കിൽ അല്ലാതെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അല്ലാണ്ട് വേറെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ചിലപ്പോൾ 3 ഷെയറിംഗ് ആയിരിക്കും, 4 ഷെയറിംഗ്, 2 ഷെയറിംഗ്, 1 ഷെയറിംഗ്, അങ്ങനെ. പക്ഷേ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റ് എടുക്കും. ബിക്കോസ് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസും കൂടി നോക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നന്നാവാന്നാണ്. എത്ര പേരാണ് ഇപ്പം ലൈക്ക് അപ്പാർട്ട്മെന്റിൽ ടോട്ടലായിട്ട്? ഞങ്ങളിപ്പോൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. യുക്രൈൻ വാറിന് ശേഷം കുറച്ച് ലിവിങ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് ഒക്കെ ഹയർ ചെയ്യുമ്പോൾ ലൈക്ക് 2-3 ആൾക്കാർ ഒപ്പരം എടുക്കുന്നതായിരിക്കും നന്നാവാ. ഫുഡൊക്കെ ആണെങ്കിൽ സെൽഫ് കുക്കിംഗ് ആണ്. സെൽഫ് കുക്കിംഗ്. സാധനം അത്യാവശ്യം സാധനം എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ വരുമ്പോൾ കൊണ്ടുവരും, അങ്ങനെയെല്ലാം ആണ് ചെയ്യാറ്. സോ 5th ഇയർ ആണെന്ന് പറഞ്ഞു. 5th ഇയർ. Okay, then what's your plan after the completion of this program? ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി FMG ക്ലിയർ ചെയ്യാം. അതിനുശേഷം ഇന്റേണിന് ശേഷം പുറത്തേക്ക് എവിടെയെങ്കിലും. എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്? എനിക്ക് എംറി എഴുതിയെടുക്കണം. ദുബായ്. അതെ. അതിനുശേഷം ഫർദർ സ്റ്റഡീസ് PG കിട്ടുകയാണെങ്കിൽ അങ്ങനെ. അതപ്പോൾ പഠിച്ചം വിധിക്കുന്ന പോലെ. സോ ഇനിയിപ്പോൾ MBBS എടുക്കാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്തൊരു അഡ്വൈസ് ആണ് അമലിന് കൊടുക്കാനുള്ളത്? ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ വളരെ ഹാർഡ് വർക്കിംഗ് വേണ്ടൊരു സംഭവമാണ് MBBS. നമുക്ക് വേറെ പേരൻസ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സ് പറഞ്ഞുകൊണ്ടോ ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സ് അല്ല. ബിക്കോസ് നാട്ടിലത്തെമാരിയല്ല, നമുക്ക് ഇവിടെ 6 years ആണ്. വിത്ത് ഇന്റേൺഷിപ്പ് 6 years ആണ് വരുന്നത്. അപ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ ചെയ്യുന്നവർക്ക് 54 months ഡെഫിനറ്റ്ലി കമ്പൾസറിലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് അത്ര ഈസി അല്ല. ബിക്കോസ് മെഡിക്കൽ കോഴ്സസ് ഒന്നുമേ ഈസി അല്ല. നല്ല പാഷനറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുള്ളവർക്ക് മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു പകുതി വഴിയൊക്കെ എത്തുമ്പോൾ തോന്നും ഡ്രോപ്പ് ചെയ്താലോ. ബിക്കോസ് അത്രയ്ക്കും ഹാർഡ്ഷിപ്സ് ഉണ്ട്. നാട്ടിലത്തെ പോലെ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കുറവാണ്. പക്ഷെ സ്റ്റിൽ എന്താ പറയുക, നമുക്ക് ആ ഇൻറ്റൻസിറ്റി മനസ്സിലാവും. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും അയ്യോ ഗിവപ്പ് ചെയ്താലോ. എസ്പെഷ്യലി നമ്മൾ നാട്ടിലല്ല നിൽക്കുന്നത്, ഫാമിലി ഇല്ല, ദൂരെയാണ് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് വരും. അപ്പോൾ ഇതെല്ലാം കൂടി എന്താ ഒറ്റയ്ക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, എനിക്കിത് പറ്റും, അല്ലെങ്കിൽ ഐ വോണ ബിക്കം എ ഡോക്ടർ എന്നുള്ളൊരാൾക്ക് മാത്രമേ 6 years. അതെ, ഡെഡിക്കേഷൻ വേണം നമുക്ക്. ഓക്കെ, എനിക്ക് ഡോക്ടറായി ആൾക്കാരെ സെർവ് ചെയ്യണം, അങ്ങനെയുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൈസയും പോയി ടൈമും പോയി, അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യൂച്ചറിൽ വരാൻ ഇരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് കൺസേൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലപ്പുറം ഇവിടെ ഇല്ല ബീങ് ഒരു ഗേൾ എന്ന രീതിയിൽ നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിയൽ ലൈഫ് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും. Obviously. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. Thank you so much too.